ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ച് മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾ വാങ്ങിക്കൂട്ടിയത് ചില്ലറ പണിയൊന്നുമല്ല. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് പിഴയിനത്തിൽ ഈടാക്കിയത് 7.5 ലക്ഷത്തിലധികം രൂപയാണ്. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് സർവീസ് വയറ്റത്തടിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാണ് മന്ത്രി KB ഗണേഷ് കുമാറിന് ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത്. എന്നാൽ പദ്ധതി ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് ആ പ്രതിഷേധം അത്ര കണ്ട് പിടിച്ചില്ല. മൂന്നാറിലെ ടാക്സി വാഹനങ്ങളെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്ഘാടന വേദിയിൽ മന്ത്രിയുടെ നിർദ്ദേശം. പിന്നാലെ ഇടുക്കി RTOയും എൻഫോഴ്സ്മെന്റ് RTOയും ചേർന്ന് പരിശോധന നടത്തി. ടാക്സ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ് എന്നിവയില്ലാത്ത വാഹനങ്ങൾക്കെതിരെ കേസെടുത്ത് പിഴ ചുമത്തി. മൂന്നാറിൽ മന്ത്രി സന്ദർശനത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ധാരാളം പരാതികൾ ലഭിച്ചു. അതായത് കുറേ രേഖകളില്ലാത്ത വണ്ടികൾ ഓടുന്നുണ്ട്. വിവിധ മേഖലയിലെ ടാക്സി യൂണിയൻകാരിൽ നിന്നൊക്കെ പരാതികൾ ലഭിക്കുകയുണ്ടായി. അതായത് വാഹനത്തിന് മതിയായ രേഖകളില്ലാതെ ടാക്സി, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, ലൈസൻസ് ഇല്ലാത്ത ഒരു വാഹനം ഓടിക്കുന്നു. അത്തരത്തിലുള്ള കുറേ പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കർശനമായ ചെക്കിങ് നടത്തണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചെക്കിങ് നടത്തിയത്. ഇപ്പോൾ ഇതുവരെ 305ഓളം വാഹനങ്ങൾക്ക് നമ്മൾ കേസെടുത്തിട്ടുണ്ട്. മീറ്റർ ഇല്ലാതെയും രൂപമാറ്റം വരുത്തിയും ഓടിയ ഓട്ടോകൾക്കും പരിധിയിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്കും പിഴയുണ്ട്. 3 ദിവസത്തെ പരിശോധനയിൽ 305 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 7,65,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. 24 ഇടുക്കി.